എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ 13-ാം തീയതിയാണ് വിതരണം ചെയ്തത്. വിതരണം കഴിഞ്ഞതിന് ശേഷം പല ആളുകൾക്കും തുക ലഭിച്ചിരുന്നില്ല. വെള്ളിയാഴ്ചയാണ് വിതരണം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് വിതരണം ചടങ്ങ് നടന്നത്. ആ ഒരു സമയത്ത് തന്നെ പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ശനി ഞായർ ദിവസങ്ങൾ വന്നതിന് ശേഷം തുക അക്കൗണ്ടുകളിലേക്ക് എത്താത്ത നിരവധി പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. തുക വിതരണം വീണ്ടും തിങ്കളാഴ്ച മുതൽ പല അക്കൗണ്ടുകളിലേക്കും വീണ്ടും തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതായത് അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അന്ന് ലഭിക്കാത്ത ആളുകൾ പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത്. PM കിസാൻ വെബ്സൈറ്റിൽ തുക വിതരണം ചെയ്യുന്നത് DBT വഴി ആധാർ അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും നിങ്ങളൊന്ന് പരിശോധിക്കണം. മുമ്പ് ലഭിച്ചിട്ടുള്ള അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ല എങ്കിൽ, ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടിലും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധി തുക ആളുകൾക്ക്, അതായത് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല എങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം. സ്റ്റാറ്റസ് പരിശോധിച്ച് അതിലൊരു കുഴപ്പവും ഇല്ല എങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ, എന്തെങ്കിലും മറ്റ് കാരണവശാൽ മുടങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ആ തുക എത്തിച്ചേരുന്നതാണ്. അതിനുവേണ്ടി PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് മറ്റ് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഓൺലൈനായിട്ട് ഈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം, അതായത് പരാതി നൽകാവുന്നതാണ്. ഇതിനായി ആദ്യം PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.pmkisan.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന ഭാഗത്ത് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരാതി രജിസ്റ്റർ ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം മറ്റ് വിവരങ്ങളും പരിശോധിക്കാം. ഗ്രീവൻസ് ടൈപ്പ് എന്ന ഭാഗത്ത് നമ്മുടെ പ്രശ്നം തിരയാകുന്നതാണ്. ഉദാഹരണത്തിന് ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് റിസീവ്ഡ് എന്നാണ് കാണിക്കുക. തുറന്നുള്ള കോളത്തിൽ നിങ്ങളുടെ പരാതി എന്താണോ അത് ചുരുക്കത്തിൽ എഴുതിക്കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ നൽകുന്ന പരാതിയുടെ സ്റ്റാറ്റസും നമുക്ക് പരിശോധിക്കാൻ കഴിയും. പരാതി നൽകിയ ശേഷം അതിൻ്റെ പുരോഗതി നോ യുവർ ക്യൂറി സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പരിശോധിക്കാം. ആധാർ നമ്പർ നൽകി സെർച്ച് ചെയ്താൽ ഉദ്യോഗസ്ഥരുടെ മറുപടിയും പരാതികളും ഇപ്പോഴത്തെ അവസ്ഥയും അറിയാൻ സാധിക്കുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾക്കും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിലും 180015 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.